ഒരു ഈശോയുടെ കുരിശ് തൂങ്ങിയ രൂപയുടെ ഉള്ളിൽ നിന്ന് മാതാവ് ഇങ്ങനെ പൊങ്ങി വരുന്നു. അതിനുശേഷം മാതാവ് ഇങ്ങനെ പറന്ന് വരുന്നു, അടുത്തേക്ക് വരുക. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ മാതാവ് വന്ന് ആ റൂമിൻ്റെ പോലെയുള്ളൊരു പള്ളിയുടെ സ്റ്റാച്ചുവിലേക്ക് ആ മാതാവ് പോവുക. എന്നിട്ട് മാതാവ് എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു വലിയ ഉടുപ്പ്, മാതാവിൻ്റെ ഒരു വെള്ള ഡ്രസ്സ് വലുത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് മാതാവ്. എൻ്റെ പേര് ജാസ്മിൻ മെജോ. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മ മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. 2022 ഡിസംബർ 8 ആദ്യമായി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മകൾക്ക് വേണ്ടി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മോളെ 3 വയസ്സായപ്പോൾ തൊട്ട് കണ്ണിലൊരു ഒരു കണ്ണ് വളരെ ചെറുതായിട്ടാണ് കാണപ്പെട്ടത്. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് MRI ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, എങ്ങനെ എന്തെങ്കിലും പ്രോഗ്രഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന്. കുറച്ച് കഴിച്ച് ലാസ്റ്റ് ഇയറിൽ ഒരു നവംബർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ നോട്ടീസ് ചെയ്തു അവിടെ കണ്ണ് ചെറുതായിട്ട് വരുന്നു. അത് തന്നെ നെറ്റിയിൽ ഇടത് സൈഡിൽ ഒരു തടിപ്പും തോന്നി. അപ്പോൾ ഞങ്ങൾ വീണ്ടും MRI ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ MRI റിപ്പോർട്ടിൽ പറഞ്ഞു അവൾക്ക് മെനിഞ്ചിയോമ ആണെന്ന്, ഒരു കൈൻഡ് ഓഫ് ട്യൂമർ ആണെന്ന്. അപ്പം ഞങ്ങളാകെ തളർന്നു പോയി. അപ്പം ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് 2 വർഷം മുമ്പേ അറിയാമായിരുന്നു എൻ്റെ മദർ ഇൻ ലോ വഴി. പക്ഷേ അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തു മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് കരുതി ഞാൻ ഉടമ്പടിയെക്കുറിച്ചൊന്നും ഇവിടെ വരുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അന്ന് ആ റിപ്പോർട്ട് അങ്ങനെ വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഡിസംബർ 8 2022. അത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊന്നും, ക്രിസ്ത്യാനികളാണെങ്കിലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊന്നും അങ്ങനെ റെഗുലറായിട്ട് ചെല്ലാറുണ്ടായിരുന്നിട്ടില്ല. ഡ്യൂട്ടി, ഞങ്ങൾക്ക് 2 പേർ നേഴ്സ് പ്രൊഫഷനാണ്. അപ്പോൾ അതുകൊണ്ട് ടയേർഡായിട്ട് വരും, റെഗുലറായിട്ടൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ഇതിന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ റെഗുലറായിട്ട് കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥന വൈകിട്ട് ചെല്ലുന്ന സമയത്തും ഹസ്ബൻഡ് ചെല്ലും, പക്ഷെ ഞാൻ അതിൽ ഒരു അംഗമായിട്ട് കൂടെ നിൽക്കുമെന്നല്ലാതെ എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ പക്ഷെ കുറേ 100 കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു ഇതറിഞ്ഞതിന് റിപ്പോർട്ട് വന്നതിന് ശേഷം. എന്നിട്ട് പക്ഷേ ഈ പ്രാർത്ഥനയോട് വലിയ താല്പര്യം തോന്നിയിരുന്നില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷം പ്രാർത്ഥന ചൊല്ലി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പം എനിക്ക് മാതാവിനെ സ്വപ്നം കണ്ടു. അത് 1-2 മാതാവൊന്നുമില്ല, ഒരു 5-8 രൂപത്തിലുള്ള വലിയ മാതാവിൻ്റെ രൂപങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ അപ്പം തന്നെ തോന്നി മാതാവ് എന്നെയും വിളിക്കുകയായിരിക്കും ഉടമ്പടി എടുക്കാനെന്ന് കരുതി. എന്നിട്ട് രാവിലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാനുള്ള ചമ്മൽ കൊണ്ട് ഞാൻ തന്നെ കയറി ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ആദ്യം എടുത്തു. ഉടമ്പടി എടുക്കണേ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് കൺഫർമേഷൻ ഇമെയിൽ ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓൺലൈൻ ഉടമ്പടി ആയി എന്ന് കരുതി ഞാനും ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം പാലിച്ച് പ്രാർത്ഥിച്ച് എല്ലാം പ്രാർത്ഥന ചെല്ലാൻ, നല്ല ആക്റ്റീവായിട്ട് പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. ഉടമ്പടി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ റെഗുലറായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാം. അതായത് നാട്ടിൽ ഞാനൊരു അനാഥാലയത്തിലേക്ക് എല്ലാ മാസവും അവർക്കൊരു നേരത്തെ ഭക്ഷണം, അതിനുള്ള സഹായങ്ങൾ ചെയ്യും. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും കാരുണ്യ പ്രവൃത്തികളും അല്ലാതെ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. കുടുംബത്തിലാണെങ്കിലും കുറേ ഐക്യവും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ ആയിരുന്നു എനിക്ക്. അതെല്ലാം മാറി. പിന്നെ ഞങ്ങൾ റെഗുലറായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ നേഴ്സുമാരാണെങ്കിലും ഞങ്ങൾ 4 ദിവസമെങ്കിലും ആഴ്ചയിൽ ടൈം കണ്ടെത്തി പള്ളിയിൽ പോകാൻ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ കൊച്ചിന് വീണ്ടും വയറ്റിൽ കോൺസ്റ്റിപ്പേഷൻ വന്നു പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ തലയുടെ സ്കാനിങ്ങിൽ MRIയിൽ ഇങ്ങനെ മെനിഞ്ചോമയാണെന്ന് പറഞ്ഞു. പിന്നെ കോൺസ്റ്റിപ്പേഷനായി. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കണമെന്ന്. എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് ഒരു സിസ്റ്റ് പോലെ കണ്ടു റൈറ്റ് സൈഡ് കിഡ്നിയുടെ മുകളിൽ. അപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്നു, അവർ പറഞ്ഞു ഇതൊരു ട്യൂമറാണ്, 8 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ബ്രെയിനിലുള്ള ഈ മുഴ കാരണം ഞങ്ങൾ ന്യൂറോ സർജനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഈ റിപ്പോർട്ടും കൊണ്ടുപോയി സ്കാനിങ്ങിൻ്റെ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഈ റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ ആദ്യം കാണേണ്ടത് ഒരു പീഡിയാട്രിക് ജനറൽ സർജനെയാണ്, അതൊരു 8 സെൻറ്റിമീറ്റർ ഉള്ളൊരു മുഴയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ന്യൂറോ സർജൻ തന്നെ ജനറൽ സർജന് റെഫർ ചെയ്തു.
അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞങ്ങൾ ജനറൽ സർജനെ കാണാൻ ചെയ്തു. അയാൾ പറഞ്ഞു എനിക്കിത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ഇച്ചിരി വലിയ മുഴയാണ്. അപ്പം നിങ്ങളൊരു ഓൺകോളജിസ്റ്റിനെ കാണണം എത്രയും പെട്ടെന്നെന്ന് പറഞ്ഞു. അവർ തന്നെ ഓൺകോളജിസ്റ്റിന് റെഫർ ചെയ്തു. മുഴ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് കാരണം അത് ഒരു അയോർട്ടയുടെ വാൽവിനോട് ചേർന്നിരിക്കുക, ഹാർട്ടിനോട് അടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യുന്നത് റിസ്ക് ആണ്, അപ്പം നിങ്ങൾ ഓങ്കോളജിസ്റ്റിനെ കണ്ട് വേറെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓങ്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് നമുക്ക് ബയോപ്സി ചെയ്യണം, കണ്ണിൻ്റെ മുകളിൽ നിന്നുള്ള ബയോപ്സിയും പിന്നെ ബോണിലേക്കുള്ള ബോൺ മാരോയും ചെയ്ത് നോക്കാം. അത് മിക്കവാറും മാലിഗ്നൻ്റ് ആവാനാണ് ചാൻസ്, കാരണം രണ്ട് സ്ഥലത്ത് സിസ്റ്റ് കണ്ടതുകൊണ്ട്. അപ്പോൾ ഓങ്കോളജിസ്റ്റ് അതുകൊണ്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യാം. അപ്പോൾ ബയോപ്സി ചെയ്യുന്ന സെയിം സമയത്ത് തന്നെ അവർ പറഞ്ഞു നമുക്കൊരു സെൻട്രൽ ലൈൻ ഇടണം കൊച്ചിന്, ട്രീറ്റ്മെൻറ്റ് കീമോ തുടങ്ങണം, അത് അത്യാവശ്യമാണ്, 2 പ്രാവശ്യം അനസ്തീഷ്യ കൊടുക്കണ്ടല്ലോ എന്ന രീതിയിൽ. അപ്പോൾ കൊച്ചിന് അനസ്തീഷ്യ കൊടുത്ത് ബയോപ്സി എടുത്തു, സെൻട്രൽ ലൈൻ ഇട്ടു. ഞങ്ങൾ നെക്സ്റ്റ് ഡേ വീട്ടിൽ വിടുന്നതിന് മുമ്പ് ഓങ്കോളജിസ്റ്റ് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് കീമോ തുടങ്ങണം, അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും കൊച്ചിന്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളപ്പോൾ തകർന്നു പോയി. പക്ഷെ അപ്പോഴും എനിക്ക് സാധാരണ നിസ്സാരം എന്തെങ്കിലും കേട്ടാൽ പേടിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കന്ന് ധൈര്യം ഉണ്ടായിരുന്നു, ഒരു പേടിയും തോന്നിയില്ല. അത് ഞാൻ ധൈര്യത്തോടെ തന്നെ ഇരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് പോയവരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവർക്ക് വന്ന് പരട്ടുകയും ഉപ്പ് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളോട് ഈ റിപ്പോർട്ടിൻ്റെ ഇവർക്ക് വയറ്റിലെ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വയറിൻ്റെ ബയോപ്സി എടുക്കാനായിട്ട് പോയി. ബയോപ്സിയുടെ റിപ്പോർട്ടിനകത്ത് തലേന്ന് എടുത്ത ബയോപ്സിയുടെയും വയറ്റിലെ റിപ്പോർട്ട് ഒന്നിച്ചാണ് വരുന്നത് അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം. അപ്പോൾ ആ റിപ്പോർട്ട് വന്നപ്പം അതിനകത്ത് റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു സെൻട്രൽ ലൈൻ അവിടെ കിടക്കട്ടെ, ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇനി വീണ്ടും ഫോളോ അപ്പ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പ്രാർത്ഥന കൊച്ചിന് ബയോപ്സി റിപ്പോർട്ടിൽ എല്ലാം നെഗറ്റീവാണ്, ക്യാൻസറിൻ്റെതായ ഒരു സെല്ല് പോലും ഉണ്ടായിരുന്നില്ല, എല്ലാം നോർമലായിരുന്നു, എല്ലാ ട്യൂമേഴ്സും കാൽസിഫൈഡ് ആയിട്ടിരുന്നു. അതായത് ഇരുന്ന് പഴകി ഇങ്ങനെ അത് സെല്ലൊന്നുമില്ല, നോർമൽ ജസ്റ്റ് ഒരു ട്യൂമറായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇതൊരു മിറാക്കിളാണ്, ഞങ്ങൾ ഇതുവരെ ഇത്രയും ഒരു ഏജ് ആയിട്ട് 7 വയസ്സുള്ളൊരു കൊച്ചിന് ഇങ്ങനെ ന്യൂറോബ്ലാസ്റ്റോമ എന്ന ഇത് ക്യാൻസർ അല്ലാതെ കണ്ടിട്ടില്ല. ഇത് ചെറിയ പിള്ളേർക്കുണ്ടാകും, പക്ഷേ അതൊരു 2-3 വയസ്സ് കഴിയുമ്പം തന്നെ അത് മാറിപ്പോകും. പക്ഷേ ഇവളിത് 7 വയസ്സായപ്പം ഇതിങ്ങനെ മാറിപ്പോയി. അവരുടെ ശരീരത്തിലുണ്ട് ഈ ട്യൂമർ, പക്ഷേ അത് ആക്റ്റീവ് അല്ല, ഒരു ക്യാൻസർ സെല്ലും അല്ല എന്ന് പറഞ്ഞു. പക്ഷേ സെൻട്രൽ ലൈൻ ഇട്ടുകൊണ്ടുകൊണ്ട് എൻ്റെ കൊച്ചിന് സ്കൂളിൽ വിടാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ ലൈൻ ഹാർട്ടിലേക്ക് ഡയറക്റ്റ് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് കൊച്ച് കളിക്കുമ്പോഴൊക്കെ ഇവളൊക്കെ വേറെ ഒരു സിംറ്റംസ് ഒന്നുമില്ല. അപ്പം ആക്റ്റീവായിട്ട് കളിക്കുകയും ഓടി ചാടി ചെറുക്കുമ്പോൾ ഞാൻ കൊച്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്യും, അതൊന്നും ചെയ്യരുത്, പേടിച്ച് അങ്ങനെ പറയണേ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചിന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, 2-3 മാസം സ്കൂളിൽ വിട്ടില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊച്ചിൻ്റെ ഒരാവശ്യമില്ലാതെ എൻ്റെ കൊച്ചിൻ്റെ ചങ്കത്ത് സെൻട്രൽ ലൈൻ കിടക്കുന്നു, അതൊന്ന് എടുത്തു മാറ്റണം എത്രയും പെട്ടെന്ന്. പെട്ടെന്ന് ഒരു ദിവസം കൊച്ചിന് ഇൻഫെക്ഷൻ വന്നു, ചെസ്റ്റ് ഇൻഫെക്ഷൻ. ഇതിങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. അത് എനിക്കറിയില്ല, റോം പോലെയുള്ളൊരു സ്ഥലം, ഞാനും എൻ്റെ മമ്മിയും കൂടി അവിടെ നിൽക്കുന്നു. എൻ്റെ മമ്മി മരിച്ചു പോയതാണ്, പക്ഷേ ഞങ്ങൾ രണ്ടും അവിടെ നിൽക്കുകയാണ്. അപ്പം ഒരു ഈശോയുടെ കുരിശി തൂങ്ങിയ രൂപം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ അവിടെ കാണുക. ഞാൻ പക്ഷേ ഉച്ചയ്ക്കാണ് കാണുന്നത്, ഉച്ചയ്ക്ക് ഗൊന്ത ചെല്ലിയിട്ട് ഞാൻ പോയി കിടന്നപ്പോഴാണ് ഈ സ്വപ്നം കണ്ടത്. ഈശോയുടെ കുരിശി തൂങ്ങിയ രൂപത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാതാവ് ഇങ്ങനെ പൊങ്ങി വരുന്നു. അതിനുശേഷം മാതാവ് ഇങ്ങനെ പറന്ന് വരുന്നു, അടുത്തേക്ക് വരിക. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ മാതാവ് വന്ന് ആ റൂമിൻ്റെ പോലെയുള്ളൊരു പള്ളിയുടെ സ്റ്റാച്ചുവിലേക്ക് ആ മാതാവ് പോവുക. അപ്പം ഞാനിങ്ങനെ ഫോണിൽ ആ മാതാവിൻ്റെ ഫോട്ടോ പകർത്താൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചു, എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറയുക, മാതാവിനെ എനിക്ക് ആ ഫോട്ടോ പോലും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, മാതാവിനെ കിട്ടുന്നില്ല ഫോണിലെന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു സാരമില്ല, നമുക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവ് തിരിച്ച് ആ സ്റ്റാച്ചുവിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോയി. അപ്പം ഞാൻ അവിടെ കിടന്ന് കരയുക സ്വപ്നത്തിൽ. എന്നിട്ട് മാതാവ് എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു വലിയ ഉടുപ്പ്, മാതാവിൻ്റെ ഒരു വെള്ള ഡ്രസ്സ് വലുത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് മാതാവ് പോയി. പക്ഷെ അതിൻ്റെ അതർത്ഥം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അന്ന് തൊട്ട് ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ കൊച്ചിനൊരു പുതിയ ജീവൻ നൽകുന്നതായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞാണ് ഇൻഫെക്ഷൻ വരുന്നത് ചെസ്റ്റിൽ. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാണാഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു MRSA ഇൻഫെക്ഷനാണ്, അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഹാർട്ടിൽ ആ സാധനം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, എത്രയും വേഗം അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ അഡ്മിറ്റായി, നെക്സ്റ്റ് ഡേ റിമൂവ് ചെയ്ത് ഞങ്ങളെ വീട്ടിൽ വിട്ടു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഈ ലൈൻ ഒന്ന് ഊരിത്തരണം മാതാവേ, ഒരാവശ്യമില്ലാതെ എൻ്റെ കൊച്ചിൻ്റെ ചങ്കിൽ അത് കിടക്കുവാണ്, എൻ്റെ കൊച്ചിന് കളിക്കാനോ ചിരിക്കാനോ ഒന്നും, ഒരു കുളിക്കാൻ പോലും പറ്റില്ലായിരുന്നു ശരിക്കും. അപ്പോൾ അത് മാറിക്കിട്ടി. അതിനുശേഷം എല്ലാ ബയോപ്സി റിപ്പോർട്ടും നെഗറ്റീവായി. പക്ഷേ ഡോക്ടർ പറഞ്ഞു എല്ലാ 3 മാസം കൂടുമ്പോഴും നിങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം, കാരണം ഇത് എന്തെങ്കിലും വളർച്ചകൾ ഉണ്ടാകുന്നുണ്ടോ, എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഈ സെല്ല് വളരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷേ 3 പ്രാവശ്യം അതിനുശേഷം ഞങ്ങൾ MIBG എന്ന് സ്കാൻ ചെയ്തു. എല്ലാ റിപ്പോർട്ടിലും നോർമലായിട്ടാണ് വന്നത്. ഞങ്ങൾ മാതാവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും 1000 നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. 1000 നന്ദി. ഇതിനു മുമ്പ് ഞങ്ങളുടെ മദറിലോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായി. കൊച്ചിനിങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു, ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു ജനുവരിയിൽ. അതിനുശേഷം ഞാൻ ഓൺലൈൻ പുതുക്കി. ഇപ്പം ഞാൻ 3ാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ ഇന്ന് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട്. നന്ദി. യേശുവേ സ്തുതി. ആവേ മരിയ. എൻ്റെ പേര് അനീഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് എൻ്റെ സ്വദേശം. ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 ഒക്ടോബറിലാണ്. അപ്പോൾ വന്നിട്ട് അന്ന് മമ്മിയാണ് ഉടമ്പടി എടുത്തത്. അത് വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് 21 വയസ്സുള്ളൂ. അപ്പോൾ അത് 2014 എനിക്കൊരു അസുഖം ഡയഗ്നോസ് ചെയ്യുണ്ടായി. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ആ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിച്ച അസുഖത്തെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ. എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ മെഡിസിൻ എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വിവാഹമൊന്നും നടക്കണുണ്ടായിരുന്നില്ല. സിസ്റ്ററിൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു അവസരത്തിനാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ മമ്മിയുടെ ആദ്യത്തെ നിയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അസുഖം മാറി എൻ്റെ വിവാഹം നടക്കണം എന്നുള്ളതായിരുന്നു. ഞങ്ങൾ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ സിസ്റ്ററിൻ്റെ കല്യാണം ഡിസംബറിലാണ് ഉറപ്പിച്ചിരുന്നത്. അതിന് മുന്നേ ഉടമ്പടി എടുത്ത് 3 മാസമാണതിനൊക്കെ മുന്നേ തന്നെ എൻ്റെ ജീവിത പങ്കാളിനെ എൻ്റെ മുന്നിലേക്ക് എൻ്റെ മാതാവ് കൊണ്ടു തന്നു. ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്നു. 2021 പിന്നീട് ഞങ്ങളിവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് അന്ന് ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ കാണാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അസുഖമുണ്ട്, ഒരു 7-8 വർഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ മെഡിസിൻസ് ഒന്നും നിർത്താതെ എനിക്കൊരു കുഞ്ഞുങ്ങളുണ്ടാവാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറയണത് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ തലേ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു നീ ഇനി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കണത് ആദ്യം മരുന്നൊക്കെ നിർത്തി അതിന് ശേഷം ബേബീസിൻ്റെ കാര്യം നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഉടമ്പടി ഇവിടുന്ന് പോയി 2-ാം മാസം ആകുമ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ഞാൻ എന്നെ കാണുന്ന റുമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു. സാറ് പറഞ്ഞു ഇതെന്തായാലും അബോട്ടായി പോവുള്ളൂ, കാരണം ഒരു മെഡിസിൻ നിർത്തിയിട്ട് മിനിമം 6 മാസമെങ്കിലും ആവണം, അല്ലെങ്കിൽ ഇതെന്തായാലും അബോട്ടായി പോവും, അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളായിരിക്കും, അതായത് അംഗവൈകല്യമോ ജനിതകപരമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള കുട്ടികളായിരിക്കും എന്ന് പറഞ്ഞു. നീ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുമെന്ന് പറഞ്ഞു. മാഡത്തിനെ വിളിച്ചപ്പോഴും മാഡവും സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തു. മോളിത് കണ്ടിന്യൂ ചെയ്യാൻ, ഈ പ്രഗ്നൻസി മോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാനപ്പോൾ വേറൊന്നും ആലോചിച്ചില്ല, ഇത് മാതാവ് തന്നതാണെന്ന് ഉറപ്പായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ആയാലും ഞാൻ കുഞ്ഞിനെ സ്വീകരിക്കാൻ എനിക്കും, അപ്പോൾ അത് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞു. അന്ന് തൊട്ട് ഡെയിലി ഞാനും ഹസ്ബൻഡും വയർമേ നമ്മുടെ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3-ാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞു. അപ്പോൾ അറിഞ്ഞു ഇരട്ടക്കുട്ടികളാണെന്ന് അറിഞ്ഞു. അപ്പോൾ അത് പിന്നെയും ഒരു റിസ്കി കേസിലേക്ക് പോയി. പക്ഷെ പ്രഗ്നൻസി കാലഘട്ടം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കടന്നു പോയി. പക്ഷെ ഞാൻ 4-ാം മാസം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എഴുതിയ നിയോഗം എനിക്കൊരു നോർമൽ ഡെലിവറി, കുഞ്ഞിനെ എനിക്ക് കിട്ടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എനിക്കൊരു നോർമൽ ഡെലിവറി തരണം എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര മസിൽ വീക്ക്നെസ്സും
ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എന്നെ കാണുന്ന ആൾക്കാരൊക്കെ പറയാം, നിനക്ക് എന്തായാലും സി സെക്ഷൻ ആയിരിക്കും, ഒരു നോർമൽ ഡെലിവറി നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല എന്നാണ് എല്ലാവരും പറയുക. അപ്പം ഞാൻ അങ്ങനെ മാതാവ് വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഉടമ്പടിയിൽ എഴുതി, നിയോഗത്തിൽ എഴുതി, എനിക്കൊരു നോർമൽ ഡെലിവറി തരണം എന്ന് എഴുതി. അങ്ങനെ 8 മാസം കടന്നു പോയി. 8ാം മാസത്തിൽ പെട്ടെന്ന് ഫ്ലൂയിഡ് ബ്രേക്കായി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ സി സെക്ഷൻ വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഡോക്ടേഴ്സ് എത്തി. അപ്പോൾ ബ്ലഡ് കയറ്റുന്നതിൻ്റെ കാര്യമൊക്കെ നടക്കുകയാണ്, എന്തായാലും നാളെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ലേബർ റൂമിൽ കയറിനേക്കാൻ മുന്നേ എൻ്റെ മമ്മി ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ പിൻ ചെയ്ത് തന്നിരുന്നു. അത് പിടിച്ച് ഞാനിങ്ങനെ വിശ്വാസ പ്രമാണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് അതുവരെ ഒരു പെയിനും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് ലേബർ പെയിൻ വരികയും ബേബീസിനെ നോർമലായിട്ട് തന്നെ ഡെലിവറി ചെയ്യുകയും ചെയ്തു. പ്രീ ടൈം ആയിരുന്നത് കൊണ്ടും ട്വിൻസ് ആയിരുന്നത് കൊണ്ടും ബേബീസിന് ബെർത്ത് വെയ്റ്റ് ഭയങ്കര ലോ ആയിരുന്നു. കുട്ടികളെ NICUലേക്ക് മാറ്റി. NICUയിൽ ഒരു 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ കാണുന്നത്. പക്ഷെ അവർക്ക് വേറെ വെയിറ്റ് കുറവാന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അംഗവൈകല്യങ്ങളോ ഒന്നുമില്ലാത്ത 2 മക്കളെ തന്ന് പരിശുദ്ധ തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം പിന്നീട് ഒരു ബേബിക്ക്, ഫസ്റ്റ് ബേബിക്ക് പ്രീ ടൈം ആയിരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ROP എന്ന് പറഞ്ഞൊരു റെറ്റിനോപ്പതി ഓഫ് പ്രീമച്ചേഴ്സ് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ റെറ്റിനൽ ഹെമറേജ് കണ്ടു. ഫസ്റ്റ് ബേബിക്ക് മാത്രം കണ്ണിൽ ബ്ലീഡിങ് ആണ്. അപ്പോൾ നമുക്ക് ലേസർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കണ്ണിൻ്റെ സ്പെഷ്യൽ ഡോക്ടറെയും കൂടി ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഐ വിഷനിൽ പോയി ചെക്കപ്പ് ചെയ്തു. അപ്പോഴും പറഞ്ഞു റെറ്റിനൽ ഹെമറേജസ് ഉണ്ട്, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ ടോർച്ച് സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് വിട്ടു. ടെസ്റ്റിൽ അവൾക്കത് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കിത് ഇവിടെ കിടത്തി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. മെഡിസിൻസ് ഒക്കെ പുതിയത് കണ്ടുപിടിച്ചതാണ്, അതിന് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല, പക്ഷേ ഇത് പോസിറ്റീവ് ആയ സ്ഥിതിക്ക് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു. എന്നാലും നിങ്ങൾ ഒന്നും കൂടെ പോയിട്ട് കണ്ണിൻ്റെ ഡോക്ടറെ ഒന്നും കൂടെ കണ്ടു നോക്കൂ, എന്താ ഈ ഹെമറേജ് കൂടിയിട്ടുണ്ടോ അതോ അങ്ങനെ തന്നെ നിൽക്കുകയാണോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ അകത്ത് ഡോക്ടേഴ്സ് കുട്ടികളെ കൊണ്ടുപോകും, നമ്മൾ പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തേലം അവളുടെ കണ്ണിൽ തൂത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു. അകത്ത് ഡോക്ടർ പോയിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുട്ടീനെ മാറിയിട്ടാണോ തന്നേന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അല്ല, ഞങ്ങൾ ഈ ബേബിനെ തന്നെയാണ് തന്നത്, ഈ കൊച്ചിനെ തന്നെയാണ് കണ്ണിൽ റെറ്റിനൽ ഹെമറേജ് കണ്ടതെന്ന് പറഞ്ഞു. അന്ന് കണ്ട ഒരൊറ്റ ഹെമറേജ് പോലും കൊച്ചിൻ്റെ കണ്ണിൽ ഇപ്പോൾ കാണാനില്ല. അവൾക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല. ഇനി ലേസറിൻ്റെയോ ട്രീറ്റ്മെൻറ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ, 6 മാസം ആകുമ്പോൾ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു വിട്ടു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കണ്ണൂരിൽ നിന്ന് വന്ന അനീഷ യേസ് പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സഹോദരി എന്ന് പറയുന്നത് 8 വർഷമായിട്ട് ഇമ്മ്യൂണൽ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഇരയായിരുന്നു. ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു അസുഖം എന്ന് പറയുന്നത് അവരുടെ വെയിറ്റ് കുറയുന്നു, മറ്റു പല ഇവർക്ക് വിവാഹം കഴിക്കാൻ കുട്ടികളുണ്ടാകാനൊന്നും പാടില്ല. ഇത്തരണത്തിലെന്ന് പറയുമ്പം 2 വർഷം കഴിഞ്ഞ് ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പങ്കാളിയെ കിട്ടുകയാണ്. അവരെ വിവാഹം കഴിക്കുന്ന അവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ട് മെഡിസിൻ ഇത് നിർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മെഡിസിൻ നിർത്താൻ പാടില്ലെന്ന് പറയുന്നത് കൊണ്ട് അവർ മെഡിസിൻ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇത്തരണത്തിലെന്ന് പറയുന്നത് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ശൈത്യ പൂശി പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഈ മകൾ പറയുന്ന കാര്യം, അവളുടെ സങ്കടം പറയുന്നുണ്ട് അച്ഛനോട്. അതായത് കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ സാക്ഷ്യം പറയണം ഇവിടെ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ മകൾ ഗർഭിണിയാകുന്നു. ഇത് മെഡിസിൻ സ്റ്റോപ്പാക്കുന്നു. അത് കഴിഞ്ഞ് 5 മാസമായപ്പോൾ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇതെന്താണ് അബോർഷൻ ആയില്ലേ
എന്ന് പറഞ്ഞാൽ അവരെന്ന് പറയുന്നത് 6 മാസം കഴിഞ്ഞിട്ട് ഒരു മരുന്ന് നിർത്തിക്കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഗർഭിണിയാകാവൂ. പക്ഷേ ഡോക്ടർ ചോദിക്കുന്നത് എന്താ ഇത് അബോർഷൻ ആയില്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നീടെന്ന് പറയുന്നത് 8ാമത്തെ മാസമാകുന്ന ഒരു കുഴപ്പവുമില്ലാതെ പോകുന്നു. അവിടെ ഈ അമിനോയിഡ് ഈ ഫ്ലൂയിഡ് സ്റ്റോപ്പാകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ് സ്റ്റോപ്പായതുകൊണ്ട് പിന്നീട് അവർ താമസിപ്പിക്കുന്നില്ല. അവിടെ എന്ന് പറയുന്നത് സി സെക്ഷൻ, അതായത് സിസേറിയൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എങ്കിലും ഇവർ നിയോഗത്തിൽ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്ന് സിസേറിയൻ ആകല്ലേ, ഇതെന്ന് പറയുന്ന ഒരു നോർമൽ ഡെലിവറിയായി വരണം എന്ന് പ്രാർത്ഥിച്ചിരുന്ന് കാശുരൂപവും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്ന് എന്തായാലും അതൊരു നോർമൽ ഡെലിവറിയായി മാറി. പിന്നീടെന്ന് പറയുന്നത് ഒരു കുഴപ്പവുമില്ല, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതിൽ ഒരു കുട്ടിക്കെന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്ന ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ റെക്റ്റിനൽ ഹെമറേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അസുഖം എന്ന് പറയുന്നത് അതിന് ലേസർ ട്രീറ്റ്മെൻറ്റ് വേണം. പക്ഷേ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ പോകുന്നതിന് മുമ്പ് ഇവർ നന്നായി പ്രാർത്ഥിച്ച് ശക്തമായി അമ്മ മാതാവിനോട് ഉടമ്പടിയിൽ നിൽക്കുന്ന ഈ മക്കൾ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് ആ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുകയാണ്. അവിടെ കയറ്റി പരിശോധിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അത്ഭുതപ്പെട്ട്, ഇരട്ട കുട്ടികളല്ലേ, കുഞ്ഞിനെ മാറിപ്പോയോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന് ഒരസുഖവും കാണുന്നില്ല, ഇതിന് കണ്ണിന് ഒരു ഹെമറേജുമില്ല, ഒരു ബ്ലീഡിങ്ങുമില്ല, ഒന്നുമില്ല, ഇതിനെ കൊണ്ടുപോയിക്കോളാം. ഇതാണ് എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അസാധ്യ കാര്യങ്ങൾ പോലും എന്ന് പറയുന്നത് സാധ്യമാക്കി കൊടുക്കുന്നതാണ് ഉടമ്പടി. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോഴെന്ന് പറയുന്നത് അവിടെ എന്ന് പറയുന്നത് സിസേറിയൻ വേണമെന്ന് പറയുന്നിടത്ത് നോർമൽ ഡെലിവറി ആയി മാറുന്നു. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം പറയുന്ന ഇത് ഈ പ്രസവം ഇത് അബോർഷനായി പോകും, ഇത് സാധ്യമല്ല എന്ന് പറയുന്നിടത്ത് ഉടമ്പടിയെടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ബഹുമാനപ്പെട്ട അഭിഷിക്തനെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത് അവിടെ അത്ഭുതം നടക്കുകയാണ്. അതായത് ഈ കുഞ്ഞിനെന്ന് പറയുക ഇവർക്ക് ഗർഭം ഇനി ആകാൻ സാധിക്കില്ല, അത് വന്നാൽ തന്നെ അത് അബോർഷനായി പോകുമെന്ന് പറയുന്നത്. പക്ഷേ അച്ഛൻ പറയുന്നു നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതാണ് അമ്മ മാതാവ് എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നടക്കുന്ന വലിയ അത്ഭുതമാണ് അച്ഛൻ ഈ പറഞ്ഞത്, ആ സാക്ഷ്യം പറയണമെന്ന്. അവർ ഗർഭിണിയാകുന്ന 2 മാസം കഴിഞ്ഞപ്പോൾ അത് പിന്നീട് വന്നേച്ചും അത് കുഞ്ഞിനെ 2 മക്കൾക്കാണ് ജന്മം കൊടുത്തത്. എൻ്റെ സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ 2:28 പറയുന്നത് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവനെന്ന് പറഞ്ഞ് 2 കുഞ്ഞുങ്ങളെ കൊടുത്ത് ഇവരെ അനുഗ്രഹിച്ച ഈ കൃപയ്ക്ക്, ഈ അനുഗ്രഹത്തിന് ദൈവത്തിനും ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ശക്തമായി മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.